സ്വതന്ത്ര കൊല്ലാനുള്ള ആടിനെ പോലെ ഡേറ്റ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും സർവശക്തൻ ഉണർന്നാൽ പ്രശ്നങ്ങൾ തീരാനിടയാകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുന്നവരോട് പറയാം, നിന്റെ ഓപ്പറേഷന്റെയോ ബയോപ്സിയുടെയോ ഒക്കെ ഡേറ്റ് തീരുമാനിച്ച് ഫയലിൽ എഴുതി കാത്തിരിക്കുകയായിരിക്കും. പക്ഷേ കത്തിക്കും ഈ ഇന്നത്തെ ദിവസത്തിനും ഇടയിൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഉണരുകയാണെങ്കിൽ അറുക്കാനുള്ള ആടിനെ പോലെ ഡേറ്റ് തീരുമാനിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങളുമേ പരിശുദ്ധനായ ദൈവത്തിന്റെ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ അവരെങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ അതുപോലെ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, ഡേറ്റ് തീരുമാനിച്ച ചില വിഷയങ്ങളുമേ ഇന്നത്തെ സഭായോഗത്തിൽ വിടുതലുണ്ടാകും. ദൈവം ഉണർന്നാൽ വിടുതലുണ്ടാകും. ഹല്ലേലൂയ. എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഇന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അമിത വിശ്വാസത്തോടെ നിങ്ങൾ ഈ വാക്യത്തെ ഏറ്റെടുത്താൽ ഞാൻ വിശ്വസിക്കുന്നു വചനത്തിന് മരുന്നിനേക്കാൾ ശക്തിയുണ്ട്. വചനത്തിന് ഏത് ബുദ്ധിരാശത്തിന്റെ ജ്ഞാനത്തെക്കാൾ ശക്തിയുണ്ട്. ഇന്ന് പകലിൽ ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ദൂതിനെ മുറുകെ പിടിച്ചാൽ ഹല്ലേലൂയ 5 ലക്ഷം രൂപ വില പറഞ്ഞിരിക്കുന്ന വലിയ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളെ പോലും സ്വർഗസ്ഥനായ ദൈവം ഉണർന്നു വന്നാൽ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ക്യാൻസൽ ആക്കി കളയാൽ ഈ വചനത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ദൈവം ഉണർന്നാൽ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ യോബിന്റെ